ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു തിരിച്ചുവരവ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകണം. അവിടെ കുറച്ച് പിള്ളേർ ഉണ്ട്. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പിള്ളേരെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് നമ്മുടെ ഇക്കമാർ ഷിബിർക്ക് നമ്മുടെ കുറച്ച് ഇക്കമാരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഇപ്പം എൻ്റെ പഴയ റൂം അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇന്ന് വൈകിട്ട് റൂമിൽ അവിടെ പോകണം. ഇന്ന് എല്ലാവരും കൂടി ഫുഡൊക്കെ കുക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ് ആണ് അവിടെ. അപ്പോൾ ഇന്ന് നൈറ്റ് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ നേരെ നമുക്ക് ആദ്യം ഡാൻസ് ക്ലാസ്സിൽ പോകാം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇക്കമാരോടെ പരിപാടികളുണ്ട്. പ്ലസ് അതൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. കുറേ നാൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ചെറിയൊരു ഡിലേ ഉണ്ട്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. യെസ്, അപ്പോൾ നമ്മളിവിടെ തറായിട്ടുണ്ട്. നമ്മുടെ ബി ജി മ്യൂസിക് ഡാൻസ് ക്ലാസ്സിൽ തറായി. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അവിടെ എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്ലാസ്. നമുക്ക് നോക്കാം സിറ്റുവേഷൻ. ഹലോ ഹലോ ഹായ്. പാട്ട് ക്ലാസ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഫ്ലോറ്. ഇതാണ് നമ്മുടെ മിജി മ്യൂസിക്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പ്രാക്ടീസിനും ഓരോ കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. 6 hours later. ഹലോ. അപ്പോൾ പിന്നെ എനിക്ക് സത്യം പറഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇന്ന് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് റൂമിൽ വന്ന് ഫ്രഷായി. പിന്നെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇക്കമാരെ റൂമിൽ വന്നേക്കാണ്. സത്യം പറഞ്ഞപ്പോൾ സമയം നോക്കി 12:40 കേട്ടോ. അപ്പോൾ നമ്മളിതുവരെ കുക്കിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല. ഇനി എല്ലാവരും കൂടി വന്നിട്ട് വേണം നമുക്ക് ഇവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളും പരിപാടികൾ നാളെ പിന്നാളുള്ള ഫുഡ് ഉണ്ടാക്കാൻ. റൂമിൽ കുറച്ച് പേരുണ്ട്, കുറച്ച് വരാനുണ്ട്. വന്നിട്ട് വേണമെങ്കിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി നമുക്കിനി ആ പരിപാടികളിലേക്ക് പോകാം ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ ഇവിടുത്തെ റൂം. പണ്ട് ഞാൻ അവിടെ ഇരുന്നു. അല്ല, ഞാൻ എവിടെ ഇരുന്നു അല്ല, ഞാൻ അവിടെ ഇരുന്നു. കുഴപ്പമില്ല. നമ്മുടെ ഷിബിർക്ക ഒരായി ഞങ്ങൾ പച്ചക്കറി അറിയാൻ പോകണം ഗൈസ്. ഞങ്ങൾ ഐശ്വര്യമായിട്ട് തുടങ്ങണം ഗൈസ്. അപ്പോൾ ഇർഷാദൊക്കെയാണ് സവാള അറിയാൻ പോകുന്നത്. സമയം 1:48 പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് ചായ, ഷിബിർക്കാൻ്റെ ചായ. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ടൈം നോക്കൂ. ഇപ്പോൾ ടൈം 2:21. ഇപ്പോൾ അടുത്ത തീർച്ചയായിട്ടും തന്നെയാണ് അടുത്ത പരിപാടി. ചിക്കൻ പൊരിക്കാൻ പോകണം. അപ്പോൾ ചിക്കൻ പൊരിക്കുന്നത് നൗസിക്ക് ഇവിടെ സവാള അരിയുന്നുണ്ട്. അതുക സെറ്റല്ലേ? സവാള അരിഞ്ഞിട്ടിരിക്കുന്നത് ചിക്കൻ അവിടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നാളെ പെരുന്നാൾക്കുള്ള ചോറ് ഇടാൻ പറ്റിയിരിക്കുന്നു. പിന്നെ മെയിൻ ഷെഫായിട്ട് നമ്മളെ നൗഫൽക്കുണ്ട്. പിന്നെ ഇവിടെ ഒരു പണിയില്ലാതെ നിൽക്കുന്ന ഒരാളുണ്ട്, നിൽക്കാതെ വെറുതെ കാണിച്ചാൻ വേണ്ടി ഒരു പണിയാണ്. പിന്നെ നമ്മൾ ചിക്കന് ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഏകദേശം നമ്മളായി. ഇനി റൈസ് റെഡി ആവാനുണ്ട്. അത് കഴിഞ്ഞ് റൈസ് ഇടുക, ദമ്മിട്ട പരിപാടി കഴിഞ്ഞ് നമ്മൾ ചിക്കൻ പൊരിക്കാനുണ്ട്. ചിക്കൻ അപ്പോൾ നമ്മുടെ കിച്ചണിൽ ആൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഷിബിർക്ക് വന്നിരിക്കുന്നു. ആളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്താ അപ്പുറത്തെ റൂമിലെ ആൾക്കാർ ഉറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ അതെ തീ കത്തിക്കാൻ പോവാണ്. യെസ്, ഒറ്റടി സ്റ്റാർട്ടായി. അപ്പോൾ ഇപ്പോൾ സമയം 4:19.
കുറച്ച് പേര് ഉറങ്ങുന്നുണ്ട്, കുറച്ച് പേര് അവിടെ കിച്ചണിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കിച്ചണിൽ പോയി നോക്കാം. നമുക്കിവിടെ ആയി നോക്കാം. ഇവിടെ ആൾ കൂടുതലാണല്ലോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ സമയം 5:24 എല്ലാവരും ഇവിടെ ഇറങ്ങി. ഇനി പോയിട്ട് ഫ്രഷ് ആയിട്ട് പള്ളിയിലൊക്കെ പോകണം. ഓക്കെ കത്താറ്റ. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം ഏകദേശം 5:30 കഴിഞ്ഞു. 5:40 ആവാറായി. ഇനി പോയിട്ട് കിടന്നുറങ്ങട്ടെ, കാരണം നൈറ്റ് ഉറങ്ങാത്തതുകൊണ്ട് ഫുൾ ടോട്ടൽ ഡെഡായിട്ടിരിക്കുക ഗൈസ്. അപ്പോൾ എനിക്കട്ടെ, ഇനി രാവിലെ വീണ്ടും എണീറ്റൊരു 10 മണി 10:30 11 മണിയാകുമ്പോഴത്തേന് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബൈ ബൈ, ഇനിയിപ്പോൾ രാവിലെ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നലെ ഇന്ന് മോർണിംഗത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി നല്ല കിടന്നുറങ്ങി. ഇപ്പോൾ സമയം 12 മണി ആവാറായി. കുറേ നേരം 10:30 എത്താൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴാണ് എത്തുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പരിപാടി നേരെ റൂമിൽ പോകണം. ഒരു ബിരിയാണി പൊട്ടിക്കിടന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോവാം. സിറ്റുവേഷൻ. ഹലോ നൗഫൽ ഖാൻ, ഗുഡ് മോർണിംഗ്. ഈദ് മുബാരക്. വന്നപ്പോൾ തന്നെ നൗഫൽ ഖാൻ കണ്ടിട്ട് എന്താ ഈ ബിരിയാണി പൊട്ടിച്ചാ? അയ്യോ, എന്താ ഇവിടെ? അപ്പോൾ ഇവിടെ എല്ലാ പരിപാടികളും തുടങ്ങി. ഗൈസ്, അപ്പോൾ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മന്തി പൊട്ടിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ എത്താൻ പറ്റിയില്ല, ലേറ്റായി പോയി. കുഴപ്പമില്ല. അപ്പോൾ ബാക്കി അക്കന്മാരെല്ലാവരും പള്ളിയിൽ പോയേക്കോ. പിന്നെ പാർക്കിൽ പോകണം, വേറെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അതിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോകും. ഓക്കെ ഗൈസ്, എൻ്റെ ഫോൺ അടിച്ച് പോയിരിക്കുകയാണ്. കിട്ടുമോ കിട്ടില്ലെന്ന് അറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്ളോഗ് ഇറങ്ങും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇറങ്ങില്ല. ഞങ്ങളുടെ പെരുന്നാൾ വീഡിയോ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അതെ, സബ്സ്ക്രൈബ് ചെയ്യാം. അതെ, ബെല്ലൈക്കൻ ഉണ്ടെങ്കിൽ അടിച്ചു പൊട്ടിച്ചോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബുകാരുടെ എല്ലാവരും കുറച്ച് പേരൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ കഴിഞ്ഞു. ബാക്കി എല്ലാവരും ബാക്കിലുണ്ട്. ഷിഫർക്ക് അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം? ഇന്ന് അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എന്നതാ ഫോട്ടോസൊക്കെ എടുത്തു, എൻജോയ് ചെയ്തു. റൂമിലേക്ക് പോവുകയാണ്. അടുത്ത പ്ലാനിങ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. എന്തായാലും ടിക്കറ്റ് കിട്ടിയില്ല. അതെ, ഞങ്ങൾ മൂവിക്ക് പോകേണ്ടി നോക്കി, പക്ഷേ നടന്നില്ല. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ. ഹാപ്പി ഈദ് മുബാരക്.